Hallelujah. Thank you, Jesus. Amen. ഈ ദൈവം സമാധാനം തരുന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കേട്ടോ, ചിരിക്കാത്തവരെ ചിരിപ്പിക്കുന്ന കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ചില അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാം. കർത്താവ് ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന അനേക സാക്ഷ്യങ്ങളുണ്ട്. അതിൽ ചില സാക്ഷ്യങ്ങൾ മാത്രം നമുക്ക് കേൾക്കാം. ജീവിതത്തിൽ നിരാശയിലായിരുന്ന അവസ്ഥയിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം നിരാശയിലായിത്തീരുന്നു, ഉറക്കമില്ലാതെ ആയിത്തീർന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ ഒത്തിരി ഗുളികകൾ കഴിക്കാൻ തുടങ്ങി. എന്നിട്ടും അവർക്ക് അവരുടെ ജീവിതത്തിലെ ആ സമാധാനത്തെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് ദിനങ്ങൾ ഉറങ്ങാതെ ജീവിതത്തെ ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ ഒരു ദിവസം ഇനി എന്തിനു ജീവിക്കണം, ആത്മഹത്യ ചെയ്യാം എന്ന് വരെ ചിന്തിച്ച ഒരവസ്ഥയിലായിരുന്ന ഒരു സിസ്റ്ററാണ്, ഹോപ്പ് ഇൻ ജീസസിൻ്റെ മെമ്പറാണ് സിസ്റ്റർ ഷിബി. സിസ്റ്ററിൽ നിന്ന് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷിബി. ഞാൻ രാമൂർക്കനറിൽ വരുന്നു. ഞാൻ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. 2010 ജൂൺ മാസത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രയാസം വന്ന സമയത്ത് ഞാൻ മാനസികമായി തകർന്നു പോയി. ആ തകർച്ച എന്നെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോയി. നൈറ്റ് സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്കുണ്ടായി. എൻ്റെ മുമ്പിൽ വേറെ ഒന്നുമില്ല, മരണം മാത്രമുള്ളത്. എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം, ആ ഒരു ചിന്ത കൊണ്ട് ഞാനിങ്ങനെ കടന്നു പോയായിരുന്നു. അത്രയ്ക്ക് ഞാൻ തകർന്നു പോയിരുന്നു. ആ സമയത്ത് രാമൂർക്കനറിലെ ഹോപ്പ് ഇൻ ജീസസ് ചർച്ചിനെ പറ്റി ഞാൻ കേൾക്കുകയും ഞാൻ അന്ന് ഒക്ടോബർ 2011 ഒക്ടോബർ 2-ാം തീയതി ഞാൻ രാമൂർക്കനറിലുള്ള ഹോപ്പ് ഇൻ ജീസസ് ചർച്ചിലോട്ട് കടന്നു വന്ന ആ ദിവസം തന്നെ അവിടുത്തെ ആരാധന സമയത്ത് ഒരു ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ നിറയുവാൻ തുടങ്ങി. ഞാൻ അറിയാതെ എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം മാറുവാൻ തുടങ്ങി. ഒരു ദൈവത്തിൻ്റെ ഭയങ്കര പ്രസൻസ് ആ ഹോളിൽ ഫ്ലോ ചെയ്യുന്ന അനുഭവം എനിക്കുണ്ടായി. ഞാൻ അറിയാതെ എൻ്റെ എല്ലാ ഭാരങ്ങളും മാറിപ്പോകുന്നതായി എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ അവിടുന്ന് അതിനുശേഷം ആരാധനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഡിപ്രഷനെ പറഞ്ഞ് ബ്രദർ അനീഷിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരുന്നു. ആ സമയത്ത് ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ തല മുതൽ കാൽ വരെ ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് അടിക്കുന്നൊരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ തന്നെ യേശു എന്നെ തൊട്ടിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഡിപ്രഷൻ എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഡിപ്രഷൻ എൻ്റെ കർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റി. അതേപോലെ അത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും വീട്ടിൽ പോയി. അപ്പോൾ എനിക്ക് യേശുവിനെ എനിക്ക് അറിയണം, യേശു എന്ന സത്യദൈവത്തെ അറിയാനും നിത്യതയിലേക്ക് എത്തുവാനും എനിക്ക് ഭയങ്കര വാഞ്ച തോന്നി. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ഈ ചർച്ചിൽ വരാൻ തുടങ്ങി. കണ്ടിന്യൂ ചർച്ചിൽ വരുമ്പോൾ അവിടെ പറയുന്ന വചനങ്ങൾ, ദേവദാസിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന വചനങ്ങൾ എൻ്റെ മനസ്സിൽ ആഴമായി ഇറങ്ങുവാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചില്ലാത്ത എൻ്റെ ജീവിതത്തിലുണ്ടായ ആ പ്രയാസങ്ങളും ഭാരങ്ങളും മാറുവാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും അനുഭവിക്കാത്തൊരു സന്തോഷം എൻ്റെ മനസ്സിൽ വരുവാൻ തുടങ്ങി. അങ്ങനെ ജീവിത സാഹചര്യം മാറുവാനും യേശുവിൻ്റെ സ്നേഹം കൂടുതൽ രുചിച്ചറിയുവാനും എനിക്ക് കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം ജൂലൈ 2012 ജൂലൈ മാസം എൻ്റെ കഴുത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു മുഴ വരുവാനും, മാനുഷികമായി ഞാൻ പ്രയാസപ്പെട്ടെങ്കിലും എനിക്കറിയായിരുന്നു എൻ്റെ ദൈവം, എൻ്റെ യേശു എന്നെ സൗഖ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്ത് ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ 1 പത്രോസ് 2:24 പറയുന്നുണ്ട്, എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. ആ വചനം ഞാൻ വിശ്വസിച്ചു. എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് സൗഖ്യം തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. അന്ന് നെക്സ്റ്റ് സൺഡേ ഞാൻ ചർച്ചിൽ കടന്നു വന്നു.
ആരാധനയ്ക്ക് ശേഷം ഞാൻ ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ആ സമയം ബ്രദർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ആ മുഴയുള്ള സ്ഥലത്തൊരു ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുവാനും കർത്താവ് എന്നെ ആ നിമിഷം തന്നെ തൊട്ടു. ഞാൻ അന്ന് വീട്ടിൽ പോയി ഞാൻ തൊട്ട് നോക്കുമ്പോൾ അവിടെ ആ മുഴ അവിടെ നിന്ന് അപ്രഷിതമായി പോയി. കർത്താവ് അലിച്ചു മാറ്റിക്കളഞ്ഞു എൻ്റെ മുഴ. കർത്താവ് എന്നെ പൂർണ്ണമായും സൗഖ്യമാക്കി. അതുപോലെ തന്നെ 2012 നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് മാസത്തിൽ ഇതേപോലെ പ്രോബ്ലം എൻ്റെ മോൾ 5 വയസ്സുള്ള എൻ്റെ മോൾക്കും ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു മുഴ കാണുവാനും അപ്പം ഞാൻ അമ്മയുടെ ഒരു വേദന അപ്പോൾ ഞാനും ഒത്തിരി വിഷമിച്ചു പോയി. എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ട് എൻ്റെ ദൈവം സൗഖ്യം കൊടുക്കുമെന്ന് വിശ്വസിച്ചു ഞാൻ. അങ്ങനെ ഞാനന്ന് നെക്സ്റ്റ് സൺഡേ ചർച്ചിൽ കടന്നു വരുവാനും അപ്പോൾ ദേവദാസൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, രോഗികളായുള്ളവർ രോഗമുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ 5 വയസ്സുള്ള മകൾ അവളെ ചെറുപ്രായത്തിൽ അവളുടെ യേശു സൗഖ്യമാക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ കുഞ്ഞു കൈകൾ അവൾ ആ മുഴയുള്ള സ്ഥലത്ത് വെച്ചു. ആ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവൾ തന്നെ എന്നോട് പറഞ്ഞു, മമ്മി എൻ്റെ മുഴ അവിടെ കാണാനില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി വിഷമിച്ചു. എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എൻ്റെ ദൈവം എത്ര വലിയവനാ. എൻ്റെ യേശുവിനകത്ത് കഴിയാത്തതൊന്നുമില്ല ഈ ലോകത്ത്. ലോകത്തിലുള്ള ഡോക്ടർമാർക്കോ ആർക്കും ചെയ്യാൻ കഴിയാത്ത എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഞാൻ ഇതുപോലെ ഞങ്ങൾക്ക് 2012 ഒക്ടോബറിൽ എനിക്ക് ഇതുപോലെ ഒരു 7-8 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ ഹെഡേക്കും സൈനോസൈറ്റിസ് ഹെഡേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി സഫർ ചെയ്യുന്നു. മാസത്തിൽ 3-4 പ്രാവശ്യം എനിക്ക് ഹെഡേക്ക് വരും. ഞാൻ ഡോക്ടർമാരെ കാണിച്ചു, മെഡിസിൻ എടുത്തു. പക്ഷേ ആ താൽക്കാലിക സൗഖ്യം മാത്രമായിരുന്നു. അപ്പം ഞാൻ മാസത്തിൽ 4 പ്രാവശ്യം എനിക്ക് ആ തലവേദന വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഭയങ്കര വോമിറ്റിംഗ് സെൻറ്റൻസി. ആ സമയത്ത് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കണം. ഞാൻ ഒത്തിരി പെയിൻ കില്ലർ ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടും എനിക്ക് അതിനൊരു ഒരു കുറവുമില്ല. അപ്പം ഞാൻ പിന്നെ ഡോസ് കൂടുതൽ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്നിട്ടും കുറയുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ 2012 ഒക്ടോബർ മാസം ഞങ്ങൾക്ക് ഹോപ്പൻ ജീസസിൽ നിന്ന് പവർ ഇവാഞ്ചലിസ്റ്റ് എന്നൊരു കോഴ്സ് ഉണ്ട്, 10 days കോഴ്സ്. അപ്പം അതിന് ഞാൻ കടന്നു പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ ട്രെയിനിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സിവിയർ ഹെഡേക്ക് വരാൻ തുടങ്ങി. ഞാനൊരു സൈഡിലോട്ട് ചുരുണ്ടുകൂടി കിടക്കും. എനിക്ക് തീരെ വയ്യാതായിപ്പോയി. ആ സമയത്ത് ഞാൻ ബ്രദറിന് പാസ്റ്റർ അനീഷിനെ വിളിച്ചു. ഇങ്ങനെ ഹെഡേക്ക് എന്ന് പറഞ്ഞു. ബ്രദർ ഫോണിലൂടെ എനിക്ക് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച നിമിഷം തന്നെ യേശുവിനെ തൊട്ടു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ മൈഗ്രെയിൻ ഹെഡേക്കും സൈനോസൈറ്റിസ് ഹെഡേക്കും ഇല്ല. പൂർണ്ണമായി എൻ്റെ യേശു അതിൽ നിന്നും എന്നെ വിടുവിച്ചു. അതിനുശേഷം ഈ മാസം 13-ാം തീയതി എൻ്റെ മകൻ 11 ഇയറുള്ള ഗോകുൽ എന്ന മകന് എനിക്കും എൻ്റെ മോൾക്കും വന്ന പോലെ തന്നെ കഴുത്തിൻ്റെ 2 സൈഡിലും ഇതുപോലെ മുഴ ഞാൻ കാണുവാനിടയായി. അപ്പം അന്ന് ഞാൻ മാനുഷികമായ ഒരു വിഷമിച്ചെങ്കിലും എനിക്കറിയായിരുന്നു എൻ്റെ ദൈവം എൻ്റെ മോളെ സൗഖ്യമാക്കി. ആ ദൈവം എൻ്റെ മോനെ സൗഖ്യമെന്ന് ഞാൻ വിശ്വസിച്ചു. ഫിലിപ്പിയർ 4:13 പറഞ്ഞു, നിന്നെ ശക്തനാക്കുവാൻ ദൈവമുഖം നീ സകലത്തിൽ മതിയാവനാണെന്ന് ഞാൻ വിശ്വസിച്ചു. അന്ന് ഇതുപോലെ ചർച്ചിൽ കടന്നു വരുമ്പോൾ മോന് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ പറഞ്ഞു, 3 എന്നുള്ളൊരു അക്കം ദൈവം കാണിക്കുന്നുണ്ട്. 3 days മോനെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കുന്നു പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. വീട്ടിൽ വന്ന് മൺഡേ ഞാൻ അവൻ്റെ കഴുത്തിൽ ഞാൻ തൊട്ട് നോക്കിയില്ല. പിറ്റേ ട്യൂസ്ഡേ ഞാൻ നോക്കുമ്പം ആ ഒരു ഗോളിയുടെ വലിപ്പത്തിലുണ്ടായിരുന്ന മുഴ അത് കുറഞ്ഞ് ഒരു മുത്തിൻ്റെ വലിപ്പത്തിലായി. 3-ാമത്തെ ദിവസം അതേപോലെ തന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മോൻ എന്നോട് 3-ാമത്തെ ദിവസം വൈകിട്ട് എൻ്റെ മോൻ ഇങ്ങോട്ട് പറഞ്ഞു, മമ്മി ഇവിടെ നോക്ക്, ആ മുഴ അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അവിടെ അത് കാണാനില്ല. എൻ്റെ ദൈവം എത്ര വലിയവനാ. എൻ്റെ കർത്താവ് പറഞ്ഞ ആ 3 days തന്നെ എൻ്റെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. ഈ ജീവിക്കുന്ന ദൈവത്തെ എത്ര ഭാരത്തോടെ വിഷമത്തോടെ നിങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ സാക്ഷി ഞാനും എൻ്റെ കുടുംബം ഒരു സാക്ഷ്യമാണ് യേശുവിൽ. എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. ഈ ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ച ഈ ദൈവം എന്ത് വിഷമോ എന്ത് ഭാരമാണെങ്കിലും കർത്താവ് മാറ്റും. ഞാൻ എൻ്റെ സാക്ഷ്യം കൊണ്ട് നിങ്ങളോട് പറയുകയാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ലെന്ന് പറഞ്ഞ ദൈവം അത് അങ്ങനെ തന്നെ ചെയ്യും. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ദൈവം പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം ഈ ലോകം തരുന്നത് പോലെയല്ല. അതെ, ആ ഒരു സമാധാനം അവരുടെ ജീവിതത്തിൽ ഇത്രയും സാക്ഷ്യത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാവുന്നത് കർത്താവിന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ആമേൻ, ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മുടെ ചർച്ചിൻ്റെ മെമ്പറാണ് ബ്രദർ റെന്നി.
അദ്ദേഹം ദൈവമില്ല എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവമില്ല, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ജ്ഞാനം കൊണ്ട് ഞാൻ ജീവിക്കും, എൻ്റെ ജീവിതത്തിൽ വരുന്ന വിധികളെ ഞാൻ ഏറ്റെടുക്കും എന്നുള്ള ഒരു ചിന്താഗതിയോടെ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം യേശുവിനെ അറിഞ്ഞ് യേശുവിനെ പരീക്ഷിക്കാനായി ഒരു മീറ്റിങ്ങിലേക്ക് കടന്നു വരികയും, ഹോപ്പ് ഇൻ ജീസസിൻ്റെ ഒരു മീറ്റിങ്ങിലേക്ക് കടന്നു വരികയും, ആ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന അതേ ദിവസം ദൈവത്തിൻ്റെ ഒരു റവലേഷൻ, ദൈവത്തിൻ്റെ ദാസൻ കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥമായ വെളിപ്പാട് ബ്രദർ മനസ്സിലാക്കുകയും അതിലൂടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും, അതുകൂടാതെ അദ്ദേഹം അനേക പാപത്തിലും ശാപത്തിലും രോഗത്തിലുമായിരിക്കുമ്പോഴും മദ്യപാനത്തിലായിരിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ച് അദ്ദേഹം ഒരു അത്ഭുത സാക്ഷിയായി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അത്ഭുത സാക്ഷിയായി നിർത്തിയിരിക്കുകയാണ്. നമുക്കത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈ സാക്ഷ്യം കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അനീഷ് ബ്രദർ പറഞ്ഞതുപോലെ ഒരു മീറ്റിങ്ങിൽ ചോദ്യങ്ങളുമായി ചെന്ന ഒരാളാണ് ഞാൻ. ദൈവമുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അങ്ങനെ എൻ്റെ പഠനം കഴിഞ്ഞു എൻ്റെ ചിന്തകൾ അവിടെ ചില പഠന സമയത്ത് തന്നെ ചില ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു, പണമാണ് വലുത്, പണത്തിന് മുകളിൽ ഒന്നുമില്ല. അങ്ങനെ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ഓട്ടമായിരുന്നു എനിക്ക്. ചില കടങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള പണമാണോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു തരാം. പണത്തിന് മുകളിൽ പണവും പരുന്തും പറക്കില്ല എന്ന ചിന്തയിൽ നടക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് കുടുംബാംഗങ്ങളോ ആരെങ്കിലും മരണമുണ്ടായാലോ രോഗങ്ങൾ വന്നാലോ ഇതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരാളാണ്. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഈ ലക്ഷ്യങ്ങളുമായി മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഠനം കഴിഞ്ഞു. 2-3 വർഷം ജോലിയില്ലാതെ അലഞ്ഞു. അത് കഴിഞ്ഞ് ഭാഗ്യമെന്ന് പറയുകയും എനിക്ക് ഒരു 5 അക്ക സംഖ്യ ജോലി കിട്ടുകയും പിന്നെ അത് വലുതായി 6 അക്ക സംഖ്യ ആവുകയും, അങ്ങനെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കട 3 വർഷം കൊണ്ട് 7 അക്ക സംഖ്യ ഞാൻ 3 വർഷം കൊണ്ട് തീർക്കുകയും. അപ്പോൾ പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിൽ നടന്നപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, ക്രെഡിറ്റ് കാർഡുകൾ ഒരാൾക്ക് കൂടിപ്പോയാൽ 4, 5, 6 ക്രെഡിറ്റ് കാർഡ്. എനിക്ക് 23 ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് പല ഗെയിമുകൾ കളിക്കുകയും പിന്നെ പണം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അതിനോട് വരുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. അങ്ങനെ മദ്യപാനം. ഒരു രാത്രി ഞങ്ങൾ കുടിച്ചു തീർത്തത് 48,000 രൂപയ്ക്കാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നൊരു കുട്ടിയാണ്. ആ കുട്ടി ഒരു ബ്രാഹ്മൺ കുടുംബത്തിൻ്റെ രീതികളിൽ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, അവരുടെ അമ്മയും അച്ഛനും എല്ലാം പൂർണ്ണമായി ഹൈന്ദവ ആചാരങ്ങളും ഇന്നും ആചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരിന്ന് കർത്താവിനെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ഭാര്യ ഇന്ന് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആരാധിച്ച് ഇന്ന് പവർ ഇവാഞ്ചലിസം കോഴ്സ് കഴിഞ്ഞ് ഇവിടെ ഈ ഹോപ്പ് ഇൻ ജീസസിൻ്റെ ഒരു മെമ്പറായി പ്രവർത്തിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി ഈ പറഞ്ഞതല്ല, ഇതിൽ നിന്നും ചില സാഹചര്യങ്ങളാൽ അങ്ങനെ ഗൾഫിൽ ജോലി കിട്ടുകയും 2009 ജോലി കളഞ്ഞ് ഇന്ത്യയിൽ വന്ന് വേറെ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് പല ജോലികൾ കിട്ടുകയും പക്ഷെ ഒന്നും സ്ഥിരപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കെ സയൻസിനെ അധികം വിശ്വസിക്കും. ദൈവമുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അതെനിക്കറിയില്ല എന്ന രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജോലി നഷ്ടമായി. പിന്നെ ജോലിയില്ലാതെ മുമ്പോട്ട് പോകുന്നു. ഭാര്യയ്ക്ക് ജോലിയുണ്ടല്ലോ, ഭാര്യയുടെ ശമ്പളത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഭാര്യയുടെ ജോലിയും നഷ്ടമായി. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടിരുന്ന പണം എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. ചെറുതായിട്ടൊന്ന് തകരാൻ തുടങ്ങി, ചെറുതായിട്ടൊന്ന് ഭയം വന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് വേറൊരു ചെറിയ പാർട്ട് ടൈം ജോബ് ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഇരുന്ന് അതിലൊരു 10-18,000 രൂപ ശമ്പളമുണ്ട്. എന്നാൽ അതിലെന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഒരു ദിവസം അവർ വിളിച്ച് പറയണം, ആ പ്രോജക്റ്റ് നിന്ന് പോയി. അപ്പോൾ അതും നിന്നു. ഇനി എന്ത് ചെയ്യും? ആകമാനം ഭയമായി. അതിനു മുമ്പ് ഈ പണമുണ്ടെങ്കിൽ ഭയമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഭയത്തിൽ ഇനി അടുത്ത ലക്ഷ്യം എന്താ? അടുത്ത ഒന്നുമില്ല മുമ്പിൽ. ഇവിടെ ഇരിക്കുന്ന ചിലർ മുമ്പ് ഞാൻ ആ ഭാഗത്തിരുന്ന് ചിന്തിക്കുമ്പോൾ സാക്ഷ്യം പറയുന്ന ചിലർ പറയും, ആത്മഹത്യയിൽ നിന്നും രക്ഷിച്ച ദൈവം. എല്ലാവരും വന്ന് ഇതെന്താ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുക, ഇത് ചിന്തിച്ച് ഇത് വെറും തട്ടിപ്പാണ്, ഇത് വെറും പോഷ്കാണ്, ഇത് വെറുതെ ഒരു പ്ലാൻ ചെയ്തവരും. പക്ഷേ എപ്പോഴാണോ നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുവാൻ സാഹചര്യം കിട്ടുന്നത് അന്നേ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലാവും ആ വേദന എന്താണ്.
അങ്ങനെ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത് 2012 ഏപ്രിൽ. അതിന് മുമ്പ് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം പണമില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഒറ്റ വഴി, എളുപ്പം, ആത്മഹത്യ ചെയ്യാം. അതിൽ ഭയമില്ല. അങ്ങനെ ഞാൻ മാത്രം ആത്മഹത്യ ചെയ്ത പാവം ഭാര്യയും കൊച്ചും എന്ത് ചെയ്യും? എന്നാൽ അവരെയും തട്ടിക്കളയാം എന്ന് ചിന്തിച്ച് അതിനോട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞ ഞാൻ എന്തും കേൾക്കും. അമ്മ പറഞ്ഞ്, ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട്, നീ വാന്ന് പറഞ്ഞു. എന്തായാലും തകർന്നതല്ലേ, ലാസ്റ്റ് ഒരു കൈ നോക്കി നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുക. അപ്പോഴും ഞാൻ അനീഷ് ബ്രദറെ കാണുന്നു. ഈ നിൽക്കുന്നത് പോലെ സ്റ്റൈലായിട്ടൊരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. വളരെ അപ്പോഴേ ഞാൻ ചിന്തിച്ചു, ഇതൊരു എഡ്യൂക്കേറ്റഡ് ഫ്രോഡായിരിക്കും എന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. എന്നാലും കുറേ ചോദ്യങ്ങളുണ്ട്. ഞാൻ പലരെയും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമില്ല എന്ന് പറഞ്ഞ് അനേകം പേരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയെ വരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, അമ്മ കരഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് പറയും, അമ്മ കരഞ്ഞുകൊണ്ട്, ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, മോനെ നീയും നിൻ്റെ കുടുംബവും പ്രാർത്ഥിക്കണമെന്ന്. അതിൻ്റെ ഫലമായിരിക്കും ഞാൻ ഇന്നിവിടെ നിൽക്കുക. അങ്ങനെ ഇരുന്ന് ഞാൻ ഇവിടെ വന്ന് 1-2 ചോദ്യങ്ങളുമായി അനീഷ് ബ്രദറെ പൂട്ടാം എന്ന് ചിന്തിച്ച് ഞാൻ അവിടെ പോളിയോ ഹോമിൽ ട്രിവാൻഡ്രത്ത് മീറ്റിങ്ങിന് പോവുകയാണ്. ഫുൾ സ്റ്റൈലായിട്ട് ഫ്രഞ്ച് ബിയർഡ്, ഇന്ന് ഫ്രഞ്ച് ബിയർഡ് ഇല്ല, അന്ന് ഫ്രഞ്ച് ബിയർഡൊക്കെ സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് തട്ടിപ്പ് തന്നെയാണ്, എന്നാൽ ചോദ്യം ചോദിച്ചിട്ട് എസ്കേപ്പ് ആവാം. അങ്ങനെ ഇരുന്ന് മീറ്റിംഗ് തീരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഉള്ളിൽ ഞാൻ പലരെയും പിന്തിരിപ്പിച്ചു കൊണ്ടിരുന്ന ചില ചോദ്യങ്ങളുടെ ഒരു ഉത്തരം എനിക്ക് അന്നവിടെ അനീഷ് ബ്രദറുടെ വായിൽ നിന്ന് കിട്ടി. ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാതെ തന്നെ ആ ഉത്തരം കിട്ടണം. ഞാൻ തകർന്നു പോയി. ആ ചോദ്യം വളരെ മ്ലേച്ഛമായ ചോദ്യമായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ദൈവം ആത്മാവാകുന്നു. ഉള്ളിൽ ദൈവ മനുഷ്യനെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. അത് ആത്മാവിൻ്റെ രൂപത്തിലാണ്. അന്നത് മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ തിരിച്ച് ഇവിടെ ബാംഗ്ലൂർ വന്ന് ബ്രദറിനെ കണ്ടു. ഇതുപോലെ ഞാൻ ചോദിച്ചു. പല ചോദ്യങ്ങളും ചോദിക്കാതെ തന്നെ എനിക്ക് ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ പണമില്ലാതായി. ഭയന്നു. ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ ഭാര്യ പറയും, നീ ഇങ്ങനെ പണത്തിന് വേണ്ടി ആഗ്രഹിക്കരുത്, അത് നമുക്ക് നഷ്ടമാവും. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, നമുക്ക് കുറച്ച് രൂപ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. പൈസയൊന്നും കയ്യിലില്ല. ഒരു 50 രൂപ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ തന്നു വിട്ടു. 7 അക്ക സംഖ്യ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കണ്ട ആളാണ് ഞാൻ. 50 രൂപ പോലും വീട്ടിലില്ല. അങ്ങനെ എൻ്റെ ഭാര്യ ഒരു 50 രൂപ തന്നു വിട്ടിട്ട് പറഞ്ഞു, നീ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൽ 20 രൂപ മാറ്റി വെച്ചിട്ട്, എന്തിനാ, ദൈവത്തിനല്ലേ, ഒരു 30 രൂപ കൊടുക്കാം എന്ന് കരുതി ഞാൻ 30 രൂപ കൊടുത്തു. മഹത്വം അവിടെയാണ്. അപ്പം അനീഷ് ബ്രദർ പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ നല്ല കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ച് നോക്കുക, അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഇരിക്കെ അടുത്ത മാസം, അത് ഏപ്രിലാണ്, അടുത്ത മാസം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിക്കുകയും എന്നോട് പറഞ്ഞു, നീ ബിസിനസ് ചെയ്യും എന്ന് പറഞ്ഞു. എനിക്ക് ചെറുതായിട്ടൊരു ഗാർമെൻറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ ആ സാധനങ്ങൾ തരികയും അത് വിൽക്കുകയും എൻ്റെ അക്കൗണ്ടിൽ പിന്നെയും പൈസ വരാൻ തുടങ്ങി. അതിൻ്റെ അടുത്ത മാസം വേറൊരു കൂട്ടുകാരൻ ഒരു ലോറി വിറ്റിട്ട് എനിക്കൊരു 70,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ തന്നു. അതിൽ നിന്നും എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി. അതിൻ്റെ അടുത്ത മാസം 1.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഒരു കൂട്ടുകാരനിട്ടു ബിസിനസ് ചെയ്യാൻ വേണ്ടി. പണം വന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത മാസം എനിക്കൊരു ജോലി കിട്ടി. അതിൻ്റെ അടുത്ത മാസം അതിലും നല്ലൊരു ജോലി കിട്ടി. ഇന്ന് ജോലിയിൽ 10 മാസമായി ജോലി ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ട്. ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവം ആരെന്ന് അറിയാൻ മനസ്സിലാക്കിയാൽ, ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പേര് അവൻ്റെ കൈയുള്ളിൽ എഴുതിയിട്ടുണ്ട്. ഒരു തലമുടി നാര് താഴെ വീണാൽ അവൻ അത് ശേഖരിച്ചു വയ്ക്കുന്നു. അതിന് കണക്കുണ്ട്. നമ്മൾ ഒരു മനോഹരമായൊരു സാധനം കണ്ടാൽ, അല്ലെങ്കിൽ മനോഹരമായ ഒരു സ്ഥലത്ത് പോയാൽ, ഇപ്പം ഇന്ത്യയിലാകട്ടെ, നമ്മൾ മൂന്നാറിലോ കൊടൈക്കനാലിലോ അല്ലെങ്കിൽ കാശ്മീരിലോ, എത്ര മനോഹരമായ സ്ഥലം എന്ന് പറയും. സൃഷ്ടിയെ ഇത്രയധികം നമ്മൾ, അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തിയെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ കണ്ടാൽ, എന്തൊരു സ്മാർട്ട് എന്ന് പറയുമ്പോൾ, ആ സൃഷ്ടിയെ ഇത്രയധികം നമ്മൾ മഹത്വമായി പറയുമ്പോൾ, ആ സൃഷ്ടാവ് എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിൽ ഈ സംഭവിച്ച ഇതിലൂടെ ഞാൻ പറയുന്ന സാക്ഷ്യത്തിലുള്ള ആർക്കെങ്കിലും ഒരു
മാറ്റം വന്നാൽ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാട്ടെ എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. Every tongue confess that Jesus Christ is Lord. Oh, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. താങ്ക് യു ജീസസ്. അതെ, യേശു മാത്രമാണ് കർത്താവ്. ആമേൻ. ദൈവം സമാധാനം നൽകും. ഇപ്പോൾ കേട്ട സാക്ഷ്യത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചത് കർത്താവിന് ചെയ്യുവാൻ പറ്റാത്ത ഒരു സംഗതിയുമില്ല. ആമേൻ. അടുത്തതായിട്ട് സിസ്റ്റർ സവിത, ഹോപ്പ് ഇൻ ജീസസിൻ്റെ ചർച്ച് മെമ്പറാണ്. സിസ്റ്ററുടെ ജീവിതത്തിൽ ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന് ജനിച്ചു വളർന്നതാണ്. യേശു ക്രിസ്തുവിനെ അറിയത്തില്ല. യേശു ഒരു ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് മാത്രം ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവരുടെ കുടുംബ പാരമ്പര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തലമുറകളായി കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ അവരുടെ അമ്മമാർ മരിച്ചു പോകും. അങ്ങനെ സിസ്റ്ററുടെ മമ്മി, സിസ്റ്റർ ജനിച്ച സമയത്ത് തന്നെ സിസ്റ്ററുടെ മമ്മി, സിസ്റ്ററിനെ കാണാൻ പറ്റിയില്ല. ആ സമയത്ത് തന്നെ സിസ്റ്ററുടെ മമ്മി മരിച്ചുപോയി. അതുകൂടാതെ സിസ്റ്ററിൻ്റെ കുടുംബത്തിലെല്ലാം ഇതേപോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു ശാപമാണ്. അങ്ങനെ അവരുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ യേശുവിനെ അറിയുകയും ആ യേശു അവരെ അത്ഭുതകരമായി വിടുവിക്കുകയും അവർക്ക് അവരുടെ ജീവിതത്തിൽ 2 കുട്ടികളാവുകയും ഇപ്പോഴും യേശുവിനെ എല്ലാവരോടും പറയുവാൻ തക്കവണ്ണം കർത്താവ് അവരെ കൃപയാൽ നിറച്ചിരിക്കുകയാണ്. അവരിൽ നിന്ന് തന്നെ നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് സവിത. ഞാൻ എൽട്രോൺ സിറ്റിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ എൻ്റെ യേശുവിനെ പറ്റി അറിയാൻ കഴിഞ്ഞാൽ 4 വർഷമായി. എൻ്റെ പാരമ്പര്യമായിട്ട് എൻ്റെ ഫാമിലിയിൽ, മമ്മിയുടെ ഫാമിലി കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒന്നുകിൽ മമ്മി അല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും ഒരുത്തർ മരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് ദൈവം 2 മക്കളെ തരികയും പിന്നെ ഒരു നോർമൽ ഡെലിവറി ആയിട്ട് ഒരു അസുഖവും ഇല്ലാണ്ട് എൻ്റെ ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ തരികയും ചെയ്തു. അതുപോലെ തന്നെ 20 വർഷമായിട്ട് എൻ്റെ വലത്തെ ചെവി എപ്പോഴും വേദനയും പഴുപ്പും അനുഭവപ്പെട്ടിരുന്നു. ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഭയങ്കരമായ വേദന അനുഭവപ്പെട്ടപ്പോൾ ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയർ ഡ്രമ്മിന് ഓൾസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 65 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെ കേൾവി മാത്രമേ എനിക്ക് കേൾക്കത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ 25 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അത്രയും കേൾക്കത്തക്ക വിധത്തിൽ എൻ്റെ ചെവിക്ക് ശക്തി കുറഞ്ഞിരുന്നു. അപ്പോൾ അപ്പോൾ അന്നേരം ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഫിറ്റ് ചെയ്യണം, ശബ്ദം കൂടുതലായിട്ട് കേൾക്കാമെന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. വേണ്ട, അത് ചെയ്യണ്ട, എൻ്റെ യേശു വിടുവിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രെയർ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടുന്ന് ചെവിട്ടിന് വന്നിട്ട് ഒരു ഭയങ്കര സൗണ്ട് ഉണ്ടായി ആരാധന സമയത്ത്. അപ്പോൾ ആരാധന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭയങ്കര ശബ്ദത്തോടെ ചെവി അടിക്കുകയും അന്നത്തോടെ ഈ ദിവസം വരെ ആ വേദന പിന്നെ വന്നിട്ടേ ഇല്ല. എൻ്റെ യേശു സൗഖ്യമാക്കി. അതുപോലെ തന്നെ ഞാൻ ആദ്യമൊക്കെ വിശ്വാസി എന്നുള്ള ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-ന് ഇതേ കോളേജിൽ, ന്യൂ ലൈഫ് കോളേജിൽ ഞാൻ മീറ്റിങ്ങിന് പങ്കെടുത്തു, ഹോപ്പ് ഇൻ ജീസസിൻ്റെ. അപ്പോൾ ഞാൻ അന്നേരം ഭൗതികമായിട്ടുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആത്മീയമായിട്ട് വളരുവാനൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. എന്നാൽ അന്ന് ആ മീറ്റിങ്ങിൽ ഞാൻ ദൈവമേ എനിക്ക് പരിശുദ്ധാത്മാ കിട്ടണം, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എൻ്റെ ദൈവമേ മാത്രമേ എനിക്ക് തരാതെന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു നീ ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ആരോടെ ചോദിക്കും? അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയെ കാണിച്ചു തന്നു. നീ അവരോട്, നിൻ്റെ മനസ്സിൽ വിദ്വേഷമാണ് അവരോട്, നീ ഇന്ന് തന്നെ അവരോട് നിരപ്പ് പ്രാപിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് ഞാൻ
പറയുകയും ഞാൻ ദൈവമേ ഞാൻ ഇന്ന് തന്നെ പോയി മമ്മിയോട് ക്ഷമ ചോദിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് തന്നെ ഞാൻ മമ്മിയോട് പോയി ക്ഷമ ചോദിക്കുകയും അപ്പോൾ അന്ന് മുതൽ തന്നെ പരിശുദ്ധാത്മ എൻ്റെ കൂടെ ഇന്ന് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങൾ ആഴമായി നടത്തുകയും ചെയ്തു. മൂത്ത മകൻ എപ്പോഴും മണ്ണെന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലർജി ആയിരുന്നു. ഒരു ഹോപ്പിൻ ജീസസ് ചർച്ചിൽ സൺഡേ പ്രെയറിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും അലർജി ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് ഞങ്ങൾ ആ ദിവസം തന്നെ പ്രെയറിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് അനീഷ് ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മകന് യേശു സൗഖ്യം നൽകി. നന്ദി യേശുവേ, സ്തോത്രം കേട്ടോ. അതുപോലെ ഞങ്ങൾ ഒരു വർഷം മുന്നേ എപ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ എപ്പോഴും വഴക്കിടുമായിരുന്നു. സമാധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഏത് സമയത്ത് നോക്കിയാലും വഴക്ക്, അത് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ അന്ന് മുതൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത മുതൽക്ക് ഞങ്ങളുടെ വീട്ടിൽ ദൈവിക സമാധാനത്താലും ദൈവിക സന്തോഷവും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ വിടുവിച്ച യേശു നിങ്ങളെയും വിടുവിക്കും. ആമേൻ. ഇതെല്ലാം മഹത്വത്തിൻ്റെ യേശു. കർത്താവ് രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. കർത്താവിനാൽ കൂടാതെ ഒന്നുമില്ല. രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. സിസ്റ്റർ സിജി സിസ്റ്ററുടെ ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കാം. ആ സിസ്റ്ററുടെ ജീവിതത്തിലും ഇതുപോലെ അവരുടെ ശരീരത്തിലൊരു മുഴയുണ്ടായിരുന്നു. അവർ ആ മുഴയാൽ വളരെ ഭാരപ്പെട്ടിരുന്നു. ആ സമയത്താണ് പ്രത്യാശ മഹോത്സവം നടക്കുന്നത്. ആ സമയത്ത് അവർ ആ പ്രത്യാശ മഹോത്സവത്തിൽ പങ്കെടുക്കുകയും അനീഷ് ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിലൂടെ ശക്തമായി അവരിലേക്ക് പകരപ്പെടുകയും അതോടെ അവരുടെ മുഴുവനായും അപ്രത്യക്ഷമായി. നമുക്ക് ആ സിസ്റ്ററിൽ നിന്ന് തന്നെ ഈ സാക്ഷ്യങ്ങളെ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സിജി, മൈസൂർ ചർച്ചിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ മീറ്റിംഗ് നടന്നപ്പോൾ ഞങ്ങൾ കുടുംബമായി കടന്നു വരികയും ആ കുടുംബത്തിൽ മുഴുവൻ ഇതിൽ മീറ്റിങ്ങിൽ പങ്കുകൊണ്ട് ലാസ്റ്റ് ആരാധനാ സമയത്ത് അനീഷ് പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന ആ സമയം വന്നപ്പോൾ ബ്രദർ പറഞ്ഞു, മുഴകൾ അപ്രത്യക്ഷമാകുന്ന ചിലതായിട്ട് ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ മുഴ വന്നതും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അനേകം വർഷങ്ങൾക്ക് മുമ്പേ വന്നിട്ടിരുന്നു. ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം അത് മേലോട്ടും താഴോട്ടുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒത്തിരി പേരോട് ചോദിച്ചു, ഇതെന്നാ കാരണം, എന്തിനാ വന്നേ, നിങ്ങൾ ഡോക്ടറിനെ കാണിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ മാത്രമേ എനിക്ക് അത് ഓർമ്മ വരുള്ളൂ, അല്ലാത്ത സമയത്ത് എനിക്ക് ഓർമ്മ വരികയില്ല. അതേപോലെ അനീഷ് പാസ്റ്റർ ഒക്ടോബർ 2-ാം തീയതി പോയ വർഷം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അനീഷ് ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്നേരം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇവിടെ വെച്ചെങ്കിൽ തടയുമായിരുന്നു അത് ശരിക്കും. അപ്പോൾ അനീഷ് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണടിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എനിക്കത് രോഗസൗഖ്യം ആകണം, യേശുവിൻ്റെ കയ്യിൽ അസാധ്യമായതൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ കണ്ണടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിലൊരു തണുപ്പ് അനുഭവിക്കുകയും അത് പെട്ടെന്ന് ഉള്ളിലേക്ക് പോകുന്നതായിട്ട് എൻ്റെ കയ്യിൽ എനിക്ക് ശരിക്കും ടച്ചായി. അപ്പം തന്നെ ഞാനത് യേശുവെ നന്ദിന്ന് പറഞ്ഞ് യേശുവിന് സ്തോത്രം ചെയ്തു. ആ ഒരു അത്ഭുതം യേശു എനിക്ക് അന്നിവിടെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ പോയ വർഷം 2-ാം തീയതി എൻ്റെ ഭർത്താവ് ഹോപ്പിംഗ് ജീസസിൻ്റെ സഭയിൽ നിന്ന് ബാപ്റ്റിസം എടുക്കുകയും ആ ബാപ്റ്റിസം എടുത്ത അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ യേശു ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ആ ബാപ്റ്റിസം എടുക്കുന്നതിന് മുമ്പ് കുടുംബത്തിൽ ശാന്തി സമാധാനം ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുകയും സമാധാനമായി പോവുകയില്ല. ഞാൻ ഭർത്താവിനോട് 2-3 ദിവസം സംസാരിക്കാതെ ഇരിക്കുകയൊക്കെ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഭർത്താവ് എപ്പോൾ ഹോപ്പിംഗ് ജീസസിൽ ഒരംഗമായിട്ട് കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച ആ നാൾ മുതൽ അന്ന് രാത്രി മുതൽ എൻ്റെ കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും സൃഷ്ടിക്കുകയും ഞങ്ങൾ ഇതുവരെയും തമ്മിൽ ഒരു അങ്ങനത്തെ 2-3 ദിവസം സംസാരിക്കാതിരിക്കുന്ന ഒരു ദിവസം ഇതുവരെ എൻ്റെ കർത്താവ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കുടുംബത്തിൽ എന്ന് ശാന്തിയും സമാധാനവും സ്നേഹത്തോടു കൂടി കഴിഞ്ഞു പോകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ആ 3 മക്കളിൽ ഇളയ മോന് 2 വയസ്സായിട്ട് നടക്കുകയില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിരുന്നു. എല്ലാവരും ഞങ്ങളോട് ചോദിക്കും, മോൻ നടക്കാറില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, നടക്കാറായില്ലെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ പ്രെയറിന് പോകും, ആ മോനെ പ്രെയറിൽ ഇരുത്തുവും. ആരാധന സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർ നവീൻ ബ്രദർ അവനെ വിളിച്ചു കൊണ്ടുവന്ന് മുന്നിൽ ഇരുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു.
അപ്പോൾ ഇങ്ങനെ നടക്കാൻ താമസിച്ചപ്പോൾ ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചു അതെന്നാ കാരണമെന്ന് ചോദിക്കാൻ അറിയാൻ വേണ്ടി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അവൻ്റെ കാലിൻ്റെ താഴത്തെ മുട്ടിൻ്റെ താഴോട്ട് അവന് ബലം കുറവാണ്, അത് നടക്കാൻ ഇച്ചിരി താമസം ആകുമെന്ന് പറഞ്ഞു. എന്നാൽ അവന് കുറച്ച് മരുന്നൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയിലെല്ലാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു തീരുമാനമെടുത്തു. ആ മരുന്നിലും ഒന്നും നടക്കാനായിരുന്നില്ല. അപ്പം ഞങ്ങളോട് ഞങ്ങളുടെ പാസ്റ്റർ നവീൻ ബ്രദർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രെയർ റിക്വസ്റ്റ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ മക്കളും പ്രെയർ റിക്വസ്റ്റ് എല്ലാ ആഴ്ച എഴുതി കൊടുക്കുകയും സെക്കൻഡ് സാറ്റർഡേ ദിവസത്തിൽ ഞങ്ങളുടെ ദൈവദാസന്മാർ വരുമ്പോൾ അവർക്ക് പ്രെയർ റിക്വസ്റ്റ് ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ദൈവദാസന്മാരെല്ലാം പ്രാർത്ഥിക്കുകയും യേശു ആ പ്രാർത്ഥന കേട്ട് അതിന് ഉത്തരം തരികയും ചെയ്തു. അവനിപ്പോൾ ആരുടെയും സഹായം കൂടാതെ തന്നെത്താനെ എഴുന്നേറ്റ് നടക്കുകയും തന്നെത്താനെ ഓടിക്കളിക്കുകയും ചെയ്യും. ഈ സാക്ഷി ഞാൻ മൈസൂർ ചർച്ചിൽ അവനൊരു സ്റ്റെപ്പ് എടുത്ത് തന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഞങ്ങളുടെ മൈസൂർ ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നപ്പോൾ ആ സാക്ഷ്യം പറഞ്ഞ് അന്ന് ആ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ആരുടെയും സഹായം കൂടാതെ അവൻ തന്നെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഓടി പുറകോട്ടും മുന്നോട്ടും നടക്കുക. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ അവനെ പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ദേശം ഞങ്ങൾക്ക് കുടുംബത്തിൽ സൗഖ്യം തന്നു, അത്ഭുതവും അടയാളങ്ങളും സൃഷ്ടിച്ച യേശുവിന് നന്ദി, സ്തോത്രം. ഒരു രോഗസൗഖ്യ സാക്ഷ്യം കൂടെ നമുക്ക് കേൾക്കാം. സിസ്റ്റർ തങ്കമണി സിസ്റ്റർ, ഈ സിസ്റ്ററുടെ വാൾവിന് പ്രോബ്ലമായിരുന്നു. എന്നാൽ ജൂൺ 29 ക്യാമ്പസ് ക്രൂസൈഡിൽ വെച്ച് ഹോപ്പ് ഇൻ ജീസസിൻ്റെ പ്രത്യാശ മഹോത്സവം ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലേക്ക് കടന്നു വരികയും അത്ഭുതകരമായി 9 മാസമായി സിസ്റ്ററിൻ്റെ വാൾവിൻ്റെ തകരാറായിരുന്നു. എന്നാൽ കർത്താവ് അന്ന് മുതൽ സൗഖ്യം കൊടുത്തതാണ്. സിസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഈ സാക്ഷ്യത്തെ കേൾക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എനിക്ക് ഹൃദയവാൾവ് V1 V4 ബ്ലോക്കായിരുന്നു. അഞ്ചോഗ്രാഫി ചെയ്യണമെന്ന് ഡോക്ടർമാരെല്ലാവരും നിശ്ചയിച്ചു. എപ്പോൾ ഞാൻ ചർച്ചിൽ പോയാലും നല്ലോണം ഉറങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാമ്പസ് ക്രൂസിൽ ബ്രദർ എസ് മനോമോഹൻ സാറിൻ്റെ പ്രാർത്ഥനയിൽ ആ സമയത്ത് ഞാൻ മുമ്പിലിരുന്ന് നന്നായി ഉറങ്ങി. ആ ഉറങ്ങിയ സമയത്ത് ഈ നമ്മുടെ ഇതിൻ്റെ താഴെ നിന്ന് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നും ഒരു 5 തുള്ളി വെള്ളം ഇറ്റിറ്റ് വീഴുന്നതായിട്ട് എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അയ്യോ മഴ പെയ്യുകയാണല്ലോ എന്ന് കണ്ട് ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എല്ലാവരും നല്ല ആരാധനയിലിരിക്കുന്നു. ഞാനും ആ ആരാധനയിൽ പങ്കുകൊണ്ടു. തിരിച്ച് ഞാൻ കുറച്ച് ദിവസം കൂടെ മരുന്നെടുക്കാൻ നോക്കിയപ്പോൾ വീണ്ടും അത് ഛർദ്ദിക്കാൻ വരുന്നു ആ മരുന്ന്. അങ്ങനെ നാരായണ ഹൃദയാലയത്തിൽ പോയി ഞാൻ ഒരു ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ V1 V4 മാത്രമല്ല V2 V3 എൻ്റെ ഹാഫ് മാത്രമേ ബ്ലോക്കായിരുന്നു. അതും അങ്ങനെ 4 വാൾവും എൻ്റെ ഓപ്പണായി കിട്ടി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോഴെനിക്ക് ഈ വലത്തെ കൈ തൂക്കാനും ഒന്നും വയ്യ. വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. തൈറോയിഡുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഗർഭപാത്രത്തിലൊരു മുഴയുണ്ടായിരുന്നു. ആ പ്രയറിന് ശേഷം ആ മുഴയും അപ്രത്യക്ഷമായിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ലോഡ് മാറ്റുവാനും കർത്താവിന് കഴിയും, അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം കഴിയും. ദൈവത്തിൻ്റെ വചനം പറയുന്നു വിശ്വസിക്കുന്നവനാൽ സകലവും സാധിക്കും. ആമേൻ. ബ്രദർ അനുവിൻ്റെ ജീവിതത്തിൽ ഇത്ര ചെറുപ്പത്തിലെ ഒരു യൗവനത്തിലെ ജീവിതത്തിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ വീടിന് വേണ്ടി എടുത്തിരുന്ന ലോണ് അത് അടയ്ക്കാൻ പറ്റാതെ ഞാൻ ഇനി എന്ത് ചെയ്യണം, എന്നെ രക്ഷിക്കാൻ ഒരു ദൈവത്തിന് കഴിയുമോ, അല്ലെ എന്നെ രക്ഷിക്കാൻ എൻ്റെ ഫ്രണ്ട്സിന് കഴിയുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ജനുവരി 26-ാം തീയതി ഹോപ്പ് ഇൻ ജീസസിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുമായിരുന്നു. അനുവിന് ആ മീറ്റിങ്ങിൽ കടന്നു വരുവാനും അതുകൂടാതെ അന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അന്ന് അനുവിശ്വസിച്ചു കർത്താവിന് എൻ്റെ ലോണ് മാറ്റുവാൻ കഴിയുമെന്ന്. അതേ അനുവിന് അതേ ദിവസം തന്നെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ കഴിഞ്ഞു. നമുക്ക് അനുവിൽ നിന്ന് തന്നെ നമുക്ക് ഈ സാക്ഷ്യത്തെ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഒരു സാക്ഷിയെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ അവസരം തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അനു എന്നാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്താണ് എൻ്റെ വീട്. ഒരു ഹിന്ദു പാരമ്പര്യത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ലോൺ എടുത്തിരുന്നു. എൻ്റെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് പണയം വെച്ചാണ് ഞാൻ ലോൺ എടുത്തിരുന്നത്. ആൽബം ഡിസൈനിങ് ആയിരുന്നു ഞാൻ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി. അതിൽ നിന്നും എനിക്ക് ആ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്ന സമയത്ത് കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിലെത്തുകയും
ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന റൂമിനടുത്ത് മറ്റൊരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അവിടുത്തെ ആൻറ്റി ഇങ്ങനെയുള്ള പ്രോഗ്രാം, ടി വിയിൽ വരുന്ന പ്രോഗ്രാമുകളൊക്കെ, സൂര്യ ടി വിയിലെ പ്രോഗ്രാമുകളൊക്കെ കണ്ട് അങ്കിളിനെയൊക്കെ, മനോമോഹൻ അങ്കിളിനെയൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ 2012 ജനുവരി 26 ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് ബാംഗ്ലൂരിൽ FMC ഹാളിൽ വെച്ച് നടക്കുന്നു എന്നൊരു ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കണ്ട് ആൻറ്റി എന്നോട് ചോദിച്ചു, മോനെ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? ഞാൻ ഒന്ന് തീർച്ചയായിട്ടും ഞാൻ വരാം. എനിക്കറിയത്തില്ലായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന്. ആദ്യമായിട്ട് ഞാൻ ആ മീറ്റിങ്ങിന് കടന്നു ചെല്ലുകയും അന്നെനിക്ക് അന്നെനിക്ക് ശരിക്കും ജപ്തിയുടെ ഒരു കാര്യം വന്നിട്ടില്ല. അന്ന് ഞാൻ ആദ്യമായിട്ട് മീറ്റിങ്ങിന് കടന്നു ചെല്ലുകയാണ്. മീറ്റിങ്ങിന് കടന്നു ചെല്ലുന്ന സമയത്ത് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം എനിക്കറിയാൻ പറ്റി ആദ്യമായി. അന്ന് തൊട്ട് ഞാൻ മറ്റു ദിവസങ്ങളിൽ ചർച്ചുകളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്, ഒരാഴ്ചക്കകം അവർ വീട് ജപ്തി ചെയ്യും. എങ്ങനെ പണം തിരിച്ചടയ്ക്കണമെന്ന് അറിയാൻ വയ്യാത്ത നിന്ന അവസ്ഥയിൽ ആദ്യമായിട്ട് വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം പറഞ്ഞു, നിന്നെ കൊണ്ടൊരു ഗുണവുമില്ല, എന്തിനാണ് നീ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? അന്ന് ആദ്യമായിട്ട് ഞാൻ അനീഷ് ബ്രദറിനെ അതുവരെ കണ്ടിട്ടില്ല, അനീഷ് ബ്രദറുമായിട്ട് സംസാരിച്ചിട്ടില്ല. ചർച്ചിലെ ഞങ്ങളുടെ വിനു ബ്രദറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വിനു ബ്രദറിനോട് ഞാൻ പറഞ്ഞു, മോനെ ഞാൻ അനീഷ് ബ്രദറിൻ്റെ നമ്പർ തരാം, നീ ഇന്ന് വിളിക്കാൻ. അങ്ങനെ ആദ്യമായിട്ട് അനീഷ് ബ്രദറിനോട് ഫോണിൽ കൂടി മാത്രം സംസാരിച്ച് തുടങ്ങുകയായിരുന്നു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ, അന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള, ഞാൻ മാത്രം അറിഞ്ഞിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് ഓരോന്നോരോന്നായിട്ട് പറയുവാൻ തുടങ്ങി. മോനെ നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇന്നത് സംഭവിച്ചിട്ടുണ്ട് എന്ന്. അതെനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റിയിരുന്നില്ല, കാരണം എനിക്ക് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നുള്ളൂ. അതിനുശേഷം ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ ആ ജപ്തി നടക്കുകയില്ല, ജപ്തി നടക്കാൻ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഇന്ന് വൈകിട്ട് ഞാൻ ബ്രദറിനെ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ എനിക്ക് തന്നിരിക്കുന്നത് നാളെ ഒറ്റ ദിവസം മാത്രമാണ്. ഞാൻ ആ ഒരു വിശ്വാസത്താൽ ഞാനിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വിളിച്ച്, ഞാൻ ടെൻഷനോടെയാണ് വിളിക്കുന്നത്, എന്താണ് ബാങ്കുകാർ വീട്ടിൽ വന്നിട്ടുണ്ടോ, അവരെല്ലാം കൊണ്ടുപോയോ എന്നൊന്നും അറിയാതെ ഞാൻ ആ ഒരു ടെൻഷനോടെ വീട്ടിൽ വിളിച്ചു. വീട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതിനുശേഷം 3 തവണ ഒരു ജപ്തി നോട്ടീസ് അയക്കുകയും ഏകദേശം 3 വർഷമായി ആ ലോൺ അവർ ജപ്തി നോട്ടീസ് അയക്കുകയും ഇന്ന് ജപ്തി നാളെ ജപ്തി എന്ന് പറയുന്നു. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടും വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ടും വാഗ്ദത്തം ചെയ്ത ദൈവം വാക്കുമാറാത്തവനായതുകൊണ്ടും ഇന്ന് വരെ ആ ജപ്തി നടന്നിട്ടില്ല. ഇന്ന് വരെ ആ വീടിൻ്റെ പരിസരത്ത് ഒരാൾക്ക് പോലും കടന്നു വരാൻ പറ്റിട്ടില്ല. ഇന്നും എൻ്റെ അച്ഛനും അമ്മയും ഞാനും എല്ലാം, ഞാൻ പോകുമ്പോഴും എല്ലാം അതേ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അതിനുശേഷം എനിക്ക് നാട്ടിൽ നിന്നും വരാൻ കാരണം കൂട്ടുകാരൊക്കെ കൂടി ഒരുപാട് മദ്യപാനത്തിൻ്റെ ആസക്തിയിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കാരണമായി. അതിന് കാരണവും എനിക്ക് പെട്ടെന്ന്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന്, ഞാൻ ആൽബം ഡിസൈനിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പെട്ടെന്ന് എനിക്കൊരു അസുഖം വന്നു. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി. എനിക്ക് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റാതെയായി. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള തലവേദന വരും, ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ വരും. ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇത് നോർമൽ അല്ല, നിൻ്റെ റെറ്റിനയ്ക്ക് പ്രോബ്ലമാണ്, നിൻ്റെ റെറ്റിനയ്ക്കകത്ത് ഇങ്ങനെ നീര് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതൊരിക്കലും കുറയുകയില്ല, ഒരു മാക്സിമം കൂടി ഒരു 30 വയസ്സിനാകുമ്പോഴത്തേക്ക് നിൻ്റെ കാഴ്ച മുഴുവൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആകെ നിരാശപ്പെട്ട് അത് വീട്ടിൽ പറയാനും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ആകെ ആശ്രയം കണ്ടെത്തിയത് മദ്യപാനത്തിലും കൂട്ടുകാരുടെ കൂടെയുള്ള ചുറ്റിക്കറങ്ങലുമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് നാളായപ്പോൾ ഞാൻ ബാംഗ്ലൂർ വരികയും ബാംഗ്ലൂർ വന്ന് ഞാൻ ചർച്ചിൽ വന്ന് തുടങ്ങി. എനിക്ക് ഏറ്റവും വിശ്വാസമായത് എൻ്റെ ജപ്തി മാറിയതിലൂടെയായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണിൻ്റെ പ്രോബ്ലം മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി 10 മിനിറ്റ് പോലും കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുവാൻ പറ്റാതിരുന്ന എന്നെ മണിക്കൂറോളം സിസ്റ്റത്തിന് വേണ്ടി ഇരിക്കുവാനും ദൈവത്തിന് വേണ്ടിയിട്ട് വർക്കുകൾ ചെയ്യുവാനും എത്ര സമയം വേണം എനിക്ക് സിസ്റ്റത്തിന് വേണ്ടി ഇരിക്കാനും തക്കതായ ഒരു കൃപ ദൈവം എൻ്റെ മേൽ പകർന്നു. ലൈസൻസ് കിട്ടത്തില്ല എന്ന് ഞാൻ കരുതിയിരുന്നു, കാരണം കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ണിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് തരില്ല, ലൈസൻസ് കിട്ടില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് എനിക്ക് ലൈസൻസ് കിട്ടുവാൻ തക്കവണ്ണം ദൈവം എന്നെ കൃപ തന്നു. ഇതിലെല്ലാം കൂടെ അതിനുശേഷം എനിക്ക് 10 വർഷത്തോളമായിട്ട് ആസ്മ രോഗമുണ്ടായിരുന്നു. ആസ്മ രോഗത്തെ എനിക്ക് ഓടുവാനൊന്നും പറ്റാതിരുന്നൊരവസ്ഥ. 2012 പവർ മിനിസ്ട്രിക്ക് ഞാൻ നാട്ടിൽ ചെല്ലുകയും ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സിന് ഞാൻ ഏകദേശം 5 മണിയായിട്ട് എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം വരുവാൻ തുടങ്ങി. ഞാനന്ന് ആരോടും പറഞ്ഞൊന്നുമില്ല. ഞാനന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ആരാധിച്ച് പറഞ്ഞു, കർത്താവേ എനിക്ക് അങ്ങനെ സ്തുതിക്കണം, ഇങ്ങ് ആരാധിക്കണം, കൈകളടിച്ച് പാടി സ്തുതിക്കണം. അന്ന് തന്നെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെയും എനിക്ക് ആസ്മ രോഗം വന്നിട്ടില്ല. അതിനുശേഷം നല്ല തണുപ്പിൽ നവംബർ ഡിസംബർ മാസത്തിൽ പഞ്ചാബ് ഹരിയാനയിലൊക്കെ മിനിസ്ട്രി വർക്കുമായി പോകുമ്പോഴും ആ തണുപ്പിലൊക്കെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു കൃപയാൽ എന്നെ നിറച്ചു. അന്നോട്ട് ഇന്ന് വരെയും അതിൻ്റെ പേരിൽ എനിക്കൊന്ന് വെറുതെ ഇരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ദൈവം എത്തിച്ചിട്ടില്ല. ശരിക്കുമുള്ള ദൈവം 23 വയസ്സിനിടയ്ക്ക് ശരിക്കുമുള്ള ദൈവത്തെ അറിഞ്ഞ ഞാൻ ഇന്ന് പൂർണ്ണമായും ഈ 1 വർഷം കൊണ്ട് ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രിയിൽ പൂർണ്ണസമയം ദൈവവേലയ്ക്കായി മാറ്റിവെക്കുകയും 1 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എന്നെ നിറച്ചു. അതിനുശേഷം എനിക്ക് 10 വർഷത്തോളമായിട്ട് ആസ്മ രോഗമുണ്ടായിരുന്നു. 10 വർഷത്തോളമായിട്ട്
ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മീഡിയ ടീമിൽ വർക്ക് ചെയ്യുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന അനേക യുവാക്കളോട് ഞാൻ ഒന്ന് മാത്രം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്ന ദൈവത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ തരുവാൻ സാധിക്കും. വിശ്വസിക്കുക, വിശ്വസിച്ചാൽ നിങ്ങൾ യേശുവിൻ്റെ മഹത്വം കാണും. പ്രൈസ് ഗോഡ്. ഈ യേശു നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഏതായാലും അതിൽ വിടുവിക്കുവാൻ സർവശക്തനാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒത്തിരി പേര് എല്ലാവർക്കും ഓരോ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഈ മീറ്റിങ്ങിൻ്റെ സമയം പോരാത്തതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. കാരണം ഈ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതമാണ്, ജീവിതത്തിലൂടെ കർത്താവ് തെളിയിച്ച സാക്ഷ്യങ്ങളാണ്. ഞങ്ങളുടെ യൂത്ത് ടീം എല്ലാവരിലും, ചർച്ച് മെമ്പേഴ്സ് എല്ലാവർക്കും ഓരോ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. യേശു ചെയ്ത നന്മകളെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇന്ന് സാക്ഷ്യങ്ങളെ നൽകും.